നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാം സംസ്ഥാനം ഒന്നടങ്കം ഓണാഘോഷ നിറവിലായിരുന്നു. അപ്പോ ഈ 2025 ഓണാഘോഷം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം തിരുവനന്തപുരം തന്നെ ഈ പുതിയ ഭാഷയിൽ പറയുകയാണെങ്കിൽ തിരുവനന്തപുരം തന്നെ ഈ ഓണം തൂക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ തിരുവനന്തപുരം ഒരുപാട് സ്പോട്ടുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്പോട്ട് കനകക്കുന്നായിരുന്നു. കനകക്കുന്നിൽ അടക്കം വലിയ രീതിയിലുള്ള ഓണാഘോഷ പരിപാടികളായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. പാട്ട് ഷോ ഉണ്ടായിരുന്നു. ഏറ്റവും ഒരു മേന്മ അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു ഷോ എന്നൊക്കെ ഡ്രോൺ ഷോയൊക്കെ ഇപ്രാവശ്യം വളരെ വെറൈറ്റി ആയിട്ട് ജനങ്ങളെ ഒക്കെ ഒന്ന് ആകർഷിച്ചായിരുന്നു. എന്തായാലും ഇന്ന് ഈ സമാപന ദിവസമാണ്. ഈ കനകക്കുന്ന് നമുക്കറിയാവുന്നത് പോലെ തന്നെ വെള്ളയമ്പലം മുതൽ കിഴക്കേക്കോട്ട വരെ ഓണാഘോഷത്തിന്റെ സമാപന ഫ്ലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാവുന്നത് പോലെ തന്നെ അവസാന ദിവസത്തില് വലിയ രീതിയിലുള്ള ആഘോഷമാണ്. ഒരുപാട് പേരാണ് ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോരുത്തരും ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് അവരുടെ അനുഭവം എന്നൊക്കെ. എങ്ങനെയുണ്ട് ഫ്ലോട്ടൊക്കെ? അടിപൊളി. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നിരുന്നു. തിരുവനന്തപുരം ജില്ല തന്നെയാണ് ഇപ്രാവശ്യം. തിരുവനന്തപുരം തൂക്കിയല്ലേ ഓണം? കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും അടിപൊളി ഒരുപാട് ഫ്ലോട്ടുകൾ ഈ വർഷം ഉണ്ട്. വളരെ സന്തോഷം. നല്ല ആളുകളും ഭയങ്കര തിരക്കും. ഇതുവരെ പോയില്ല. നേരത്തെ ഘോഷയാത്ര കണ്ടതുപോലെ ഇപ്പോഴും ഒരു ആളുകൾ പോവാതെ ഇതെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അടിപൊളിയായിട്ട് വണ്ടർഫുൾ ഘോഷയാത്ര. ഞാൻ ചേട്ടനെ കണ്ടായിരുന്നു. ഫ്ലോട്ട് എല്ലാം ഓരോന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ട ഫ്ലോട്ട് എനിക്ക് കലാരൂപങ്ങളായിരുന്നു. അപ്പോ എല്ലാവരും ആകാംക്ഷയോടെ തന്നെ ഇതുവരെ ഫ്ലോട്ടൊന്നും പോയി തീർന്നിട്ടില്ല. ഇപ്പോ ഒരു 4 മണിയോടെ ആയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മേയർ, അതുപോലെ തന്നെ മന്ത്രിമാർ കടന്നപ്പള്ളി രാമചന്ദ്രൻ, വി ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാരൊക്കെ ഈ ഒരു ഫ്ലാഗ് ഓഫ് കർമ്മത്തിലുണ്ടായിരുന്നു. അതിനുശേഷം തുടങ്ങിയ ഫ്ലോട്ടൊന്നും ഇതുവരെ പോയി തീർന്നിട്ടില്ല. ജനങ്ങൾ ഈ സമയമൊക്കെ അവഗണിച്ച് അവരത് കാണാനുള്ള ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ചേട്ടാ, എങ്ങനെയുണ്ടോ? നല്ല അറിവ് തോന്നുന്ന പരിപാടിയാണ്. കാണാൻ വേണ്ടി വന്നതാണ്. എന്തോ കാണാൻ വേണ്ടി വന്നതാണ്. കാണാൻ വേണ്ടി വന്നാ നല്ല ഈ വർഷം തിരുവനന്തപുരം തൂക്കിയല്ലേ ഓണം? നല്ല നല്ല അടിപൊളി. എല്ലാം നന്നായിരുന്നു. കനകക്കുന്നിലൊക്കെ പോയിരുന്നോ? ഏതാ? പോയിരുന്നു. അതെ, ഞാൻ ശാസ്ത്രമംഗലം. നമുക്കൊരു കുഞ്ഞു കുട്ടിയുടെ അടുത്ത് ചോദിച്ചേക്കാം, എങ്ങനെയുണ്ട് ഓണം? ഫ്ലോട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലോട്ട് ഏതായിരുന്നു? ആദ്യമായിട്ടാണോ ഇത് കാണുന്നതോ? ഫ്ലോട്ടൊക്കെ കണ്ടായിരുന്നു? കൊറേയൊക്കെ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ കനകക്കുന്നൊക്കെ വന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പ്രാവശ്യത്തെ ഏറ്റവും ഒരു പ്രത്യേകത എന്നൊക്കെ ഡ്രോൺ ഷോ കണ്ടായിരുന്നു. ഡ്രോൺ ഷോ കണ്ടായിരുന്നു ഇല്ലേ? അത് കൊള്ളായിരുന്നു, വെറൈറ്റി ആയിരുന്നു. പിന്നെ വഴി കേറിയില്ല. എന്തുകൊണ്ടാ കേറാത്ത? മേടിച്ചിട്ട് തിരിച്ചെത്തോന്ന് അറിഞ്ഞൂടാ. നമുക്കറിയാം ഈ കനകക്കുന്നില് വഴി കാട്ടാം എന്ന് പറഞ്ഞിട്ട് വൈക്കോൽ കൂന വെച്ചിട്ടൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷെ സേഫ്റ്റി കാരണങ്ങൾ, അതായത് സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളി ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് കയറുന്ന ആൾക്കാരൊക്കെ ഒരു വഴി തെറ്റിപ്പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പകുതിയിൽ വെച്ച് ആ ഒരു സമ്പ്രദായം കൂട്ടുന്ന സാഹചര്യം ഉണ്ടായി. എങ്കിൽ പോലും ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ജനങ്ങളുടെ ഒരു പ്രതികരണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഓണാഘോഷം. അവിടെ കുറച്ച് ആന്റിമാരോട് അവരോട് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് അവിടെ പോയി കാണാൻ നിൽക്കാൻ പറ്റില്ല. ശാരീരിക അസ്വസ്ഥത ഉണ്ടെങ്കിൽ പോലും അത് കാണാനുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ചേട്ടാ, എങ്ങനെയുണ്ടോ? ഫ്ലോട്ട് ഒരുപാട് ഫ്ലോട്ട് പോകുന്നുണ്ട്. ഫ്ലോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മുതൽ നമ്മുടെ കരസേനയുടെ അടക്കമുള്ള നമ്മുടെ അഭിമാനമായ എല്ലാ കാര്യങ്ങളും ആ ഫ്ലോട്ടിൽ ഉണ്ടായിരുന്നു. ഈ ഒരു നമ്മുടെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യരംഗത്തുള്ള പ്രവർത്തനങ്ങൾ, ക്ഷേമ വകുപ്പിലെ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഫ്ലോട്ടിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു.
പ്ലോട്ട് പോയൊന്നും അവസാനിച്ചിട്ടില്ല, എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കാണ്. പ്ലോട്ടുകൾ കണ്ടു തീർന്നു. ഇപ്രാവശ്യത്തെ പ്ലോട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നോ നല്ലത്, ഈ വർഷമായിരുന്നോ? കനകക്കുന്നി പോയിരുന്നു. എങ്ങനെയുണ്ട് അവിടെ? തീർന്നിട്ടേ പോകുള്ളൂ, മുഴുവൻ കണ്ടിട്ടേ പോകുള്ളൂ. എല്ലാ വർഷം വരാറുണ്ട്. എങ്ങനെയുണ്ടോ? കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷം ഇവിടെയാണോ താമസിക്കുന്നത്? അല്ല, നെടുമ്പങ്ങാടി തോന്നുന്നതാണ്. രാത്രി ഇങ്ങനെ തിരിച്ചു പോകും. കഴിഞ്ഞ വർഷമായിരുന്നു അടിപൊളി, ഇപ്രാവശ്യമാണ് അടിപൊളി. അക്ഷരാർത്ഥത്തില് അനന്തപുരിയിലെ നിലയ്ക്കാത്ത ജനപ്രവാഹമാണ്. സമയം ഏറെ പിന്നിടുന്നു, പക്ഷെ പ്ലോട്ടുകളെല്ലാം കണ്ടു തീർന്നിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് ജനങ്ങളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, എല്ലാ വർഷവും ഈ ഒരു ഓണാഘോഷ സമാപന ദിവസം പ്ലോട്ടുകൾ മുഴുവൻ അത് ആകാംക്ഷയോടെ തന്നെ എല്ലാവരും കണ്ടു നിൽക്കാറുണ്ട്. ആ ഒരു ആവേശം തന്നെയാണ് ഇപ്രാവശ്യവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയുണ്ട് ഓണാഘോഷം? അപ്പോ ചേട്ടാ, എങ്ങനെയുണ്ട്? എല്ലാ പ്ലോട്ടും കൊള്ളാം. കഴിഞ്ഞ വർഷം അടിപൊളി, ഈ വർഷം ഓരോ പ്ലോട്ടുകളും ഒന്നിനൊന്നിനും മെച്ചമാണ്. ഓരോ പ്ലോട്ടും ഒന്നിനൊന്നിനും മെച്ചമാണ്. ഇനി കുറെ വരാനുണ്ട്. ഇവിടെ കണ്ടിട്ട് പോയി നേരെ വൈകാതെ കണ്ടിട്ടേ പോകുള്ളൂ. അത്രേ ഉള്ളൂ. ഇവിടെ വെള്ളയപ്പുറത്തേന്റെ താമസം, അതുകൊണ്ട് പിന്നെ എല്ലാം തീർന്നിട്ടേ പോകും. കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുണ്ടോ? മലയാളം കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ 40 വർഷമായി ഇവിടെ താമസമുണ്ട്. എല്ലാ വർഷവും കാണാറുണ്ട്. അപ്പൊ 40 വർഷത്തെ പഴക്കമുണ്ട് ഈ തിരുവനന്തപുരത്ത് ഓണാഘോഷം കാണുന്നത്. കാണുന്ന പഴക്കമുണ്ട്. അല്ല, ഓരോ വർഷം മികച്ചത് ആധുനികമായ രീതികളല്ലേ വരുന്നത്. ആ ആധുനികമായ രീതിയിൽ അതിൻ്റെതായ മെച്ചമുണ്ട് ഓരോ പ്ലോട്ടുകൾ കാണാനായിട്ട്. പിന്നെ തനത് കലാരൂപങ്ങളുണ്ട്. ആ കലാരൂപങ്ങൾ ബാക്കി എല്ലാ കലാകാരന്മാർക്കും ഈ ഒരു ഓണാഘോഷം കൊണ്ട് ഒരുപാട് പേര് രക്ഷപ്പെട്ടു. അതാണ് പ്രധാനം. കലാകാരന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരം. കുടുംബസമേതാണോ വന്നത്? ഇതെന്റെ കുടുംബമാണ്. ഇതെന്റെ കുടുംബമാണ്. ഞങ്ങൾ രണ്ടുപേരെ ഉള്ളൂ. കുട്ടികൾ ഇതിന്റെ ഇടയിൽ വരാനായിട്ട് തയ്യാറായില്ല, അതുകൊണ്ട് വന്നില്ല. അടിപൊളിയാണ്. 40 വർഷമായി ചേട്ടനോടൊപ്പം 40 വർഷമായിട്ട് ഓണാഘോഷം കാണുന്നുണ്ട്. മിക്കവാറും വരാറുണ്ട്, വർഷവും വരാറുണ്ട്. അപ്പോ നമുക്ക് ഒരു സ്പെഷ്യൽ, ഇതിന്റെ കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ അതിഥികളാണ് കിട്ടിയത്. 40 വർഷമായിട്ട് തിരുവനന്തപുരത്ത് ഓണാഘോഷത്തിന് പങ്കെടുക്കുന്നുണ്ട്. കാര്യം കൂടെ പറയാം. 8 വർഷം ഇതുപോലത്തെ പ്ലോട്ടുകൾ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്ലോട്ടുകൾ കൊണ്ടുനടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. പ്ലോട്ട് കൊണ്ടു നടന്ന വ്യക്തിയാണ്. ഇപ്പൊ അത് കാണുന്നു. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ അതിൽ വർക്ക് ചെയ്തിരുന്നപ്പോ 8 വർഷം പ്ലോട്ടുകൾ ഇതേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇവിടുത്തെ ഇപ്പൊ അങ്ങ് എത്തുമ്പോ 8:30 മണിയാവും. അതുവരെ പോണം. അതൊരു കഷ്ടപ്പാടാണ്. കുറച്ചുപേരോടത്ത് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഓണാഘോഷം. ഒരു ചേച്ചി തത്തയൊക്കെ വെച്ചിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത് അല്ലാതെ എങ്ങനെ ഇവിടെ വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഇത്തവണത്തെ ഓണം തിരുവനന്തപുരത്ത് പൊളി. ട്രിവാൻഡ്രത്തുള്ള തന്നെയാണ്. പൊളി, ഓണമൊക്കെ പൊളി. അപ്പൊ നമ്മുടെ ജില്ല തന്നെ ഇപ്രാവശ്യത്തെ ഓണാഘോഷം തൂക്കിയിട്ടുണ്ട്. ആണോ? ഡ്രോൺ ഷോ ഒക്കെ കണ്ടിരുന്നോ? ഓ, കണ്ടിട്ടുണ്ടായിരുന്നു. വ്യത്യസ്ത അനുഭവമായിരുന്നില്ലേ? ഓ, ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കനകക്കുന്നിലെ വഴി കാണിക്കാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കേറിയിട്ടുണ്ടായിരുന്നു? ഇല്ലാട്ടോ, അതൊരു പേടിപ്പിക്കുന്ന സംഭവമായിരുന്നു. അത് ഇടയ്ക്ക് വെച്ച് പൂട്ടയൊക്കെ ചെയ്തു, അതുകൊണ്ട് ചോദിച്ചു. ആണോ? ഏതായാലും പൊളിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ ഓണം. ഹാപ്പിയാണ്. ഫാമിലി ഓണാണ് വന്നിട്ടുണ്ട്. കൊച്ചൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു കണ്ടോ. ഇത് ഓണം പറയാറായിട്ടില്ല. കൊള്ളാം. ഓ, കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു? ഓണം അടിപൊളി. അടിപൊളി. പ്ലോട്ടൊക്കെ ഇഷ്ടമായി? ഇഷ്ടമായി. ആദ്യമായിട്ട് കാണാൻ വന്നതാണ്. എവിടെന്നാ വന്നത്? നെടുമങ്ങാടി. നെടുമങ്ങാടി. ആദ്യമായിട്ട് വന്നതാണ്. എല്ലാം ഇഷ്ടമായി?
കൊള്ളായിരുന്നു അടിപൊളി വീട്ടിലോട്ട് പോകും ആ പോകും ഈ വർഷത്തെ ഓണം കിട്ടിയോ? ആ സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞു. ഇതൊക്കെ അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെ അടിപൊളിയായിരുന്നു. കൊള്ളാം. ഇപ്പൊ സ്ഥിരമായിട്ട് വരാറുണ്ടോ ഈ ഓണം? എല്ലാ വർഷവും ഇവിടെ കവടിയാർ തന്നെ താമസിക്കുന്നു. സ്ഥിരമായിട്ട് വരുന്നുണ്ടോ? ആ അപ്പൊ ഇപ്രാവശ്യം നമ്മുടെ തിരുവനന്തപുരം പ്രത്യേകിച്ചോണം പ്രാവശ്യം കുറച്ചുകൂടി കൊള്ളാൻ തോന്നുന്നു. ഡ്രോൺ ഷോ ഒക്കെ അടിപൊളിയായിരുന്നു. ഡ്രോൺ ഷോയാണ് ഏറ്റവും ആ നല്ല എങ്ങനെയുണ്ട്? ഡ്രോൺ ഷോ പ്രോഗ്രാമുള്ള കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നടത്താൻ പറ്റില്ല, ഇപ്രാവശ്യം നല്ല അതിമനോഹരമായിട്ടുള്ള പരിപാടി തന്നെയാണ്. ഫ്ലോട്ടുകളെല്ലാം അടിപൊളിയായിരുന്നു. എല്ലാം കാണാം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കാലം തിരക്ക് കൂടുതലാണ്. എങ്ങനെയുണ്ടായിരുന്നു? മൊത്തത്തിലൊരു ഓണം മൊത്തം കൊള്ളാം, കുഴപ്പമില്ല. ഇപ്രാവശ്യം ഓണം കൊള്ളാം. കഴിഞ്ഞ പ്രാവശ്യം നടത്താൻ പറ്റിയില്ലല്ലോ, നമുക്ക് വയനാട് ദുരന്തവും കേസൊക്കെ ആയി പോയതിന്. കൊള്ളാം പ്രോഗ്രാം. കനകക്കുന്നിലൊക്കെ പോയിരുന്നോ? ഇല്ല, അങ്ങോട്ട് പോകാൻ പോകുന്നതേ 2 മണിക്ക് വന്നു ഇവിടെ. അങ്ങനെ കറങ്ങുകയാണ്. ഫ്ലോട്ടൊക്കെ കാണാൻ നല്ല സ്ഥലമൊക്കെ കിട്ടി. പിന്നെ അപ്പുറത്ത് നിന്ന് കണ്ടു. പിന്നെ ഇവിടെ അയ്യങ്കാളി പ്രതിമേരെ അവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോകും. തീരുമ്പോ സങ്കടം ഉണ്ടോ? ഏത് തീരുമ്പോ സങ്കടം ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അടിപൊളിയായിരുന്നടാ, കൊള്ളാം. നമ്മളെ നേരത്തെ വന്ന് കാണണ്ട, കൊള്ളാം. എല്ലാം എൻജോയ് ചെയ്തു. ആദ്യമായിട്ടാണ് വന്നത്? അല്ലേ എല്ലാ വർഷവും ഈ വർഷം കുറച്ചുകൂടി മികച്ചു നിന്നു. എങ്ങനെ തോന്നുന്നു? അടിപൊളിയായിരുന്നു. ക്ഷീണിച്ചോ കണ്ട്? എല്ലാ വർഷവും വേണം. ഇഷ്ടപ്പെട്ട മറ്റേ വേസ്റ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഹരിതകർമ്മസേനയുടെ അതാ അടിപൊളിയായിരുന്നു. ആ നല്ലതായിരുന്നു. തളർന്നിരിക്കുകയാണ് കണ്ട്. അല്ലല്ല, പിള്ളേർ എൻജോയ് ചെയ്യാൻ പറ്റിയാണ്. എല്ലാ വർഷവും വരാം. അടിപൊളിയാണ്. തിരുവോണത്തിന് പോയായിരുന്നു. പക്ഷേ നമ്മൾ സാധാരണ സ്റ്റാച്യൂലാണ് ഇരിക്കുന്നത്. ഈ വർഷം ഇവിടെയായിരുന്നു. നന്നായിട്ട് കാണാൻ പറ്റിയല്ല. നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് ഇത്ര ഈ രീതിയിൽ ആഘോഷിക്കാൻ പറ്റില്ല. ഈ വർഷം അത് മികച്ചപ്പെട്ടു. അല്ല അതെ ഇപ്പൊ ഒരുപാട് ഫ്ലോട്ട് കൂടിയിട്ടുണ്ട്. നന്നായിട്ട് ഇത് കാണാൻ പറ്റി. അത് നന്നായിരുന്നു. നമ്മളെല്ലാ വർഷവും നടത്തിയ സർക്കാരിന്റെ അവസാനത്തെ ഇറങ്ങിപ്പോക്ക് അതിഗംഭീരമായിട്ടൊന്ന് തോന്നിയിട്ടുണ്ട്. സർക്കാർ തിരിച്ചു വരണോ? പിണറായി സാറിന്റെ ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് സത്യം ഞങ്ങൾ നോക്കും പോലെ തോന്നി. സർക്കാർ തിരിച്ചു വരണോ? വരണം. ഇഷ്ടപ്പെട്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു. ഹാപ്പിയാണ്. നമ്മൾ ഫാമിലി മൊത്തത്തിൽ ഹാപ്പിയാണ്. എല്ലാ വർഷം വരാറുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം 2 വർഷം ഇപ്പൊ ഇല്ലായിരുന്നല്ലോ. പ്രളയം ഓരോരോ ഇത് കാരണം ഇപ്രാവശ്യം നല്ല ആവളുണ്ട്. ഇഷ്ടപ്പെട്ടു. ഹലോ, അടിപൊളി. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഒരു കുറവൊക്കെ നികന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നന്നായിരുന്നു. ഓണാഘോഷം കൊള്ളാമായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. കന്യാകുന്നൊക്കെ പോയിരുന്നോ? നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയുണ്ടായിരുന്നു? ടോട്ടൽ എങ്ങനെയുണ്ടായിരുന്നു? ടോട്ടലി അടിപൊളിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഇപ്രാവശ്യം നല്ല ഓണമാണ്. എല്ലാവരുമായിട്ട് ഒത്തുകൂടി നല്ലൊരു ഓണം ആഘോഷിച്ച് ഫ്ലോട്ടുകളൊക്കെ കണ്ട് മൊത്തത്തില് നല്ലൊരു ഓണം ആണ്. എപ്പോഴത്തെ ഓണമായിരുന്നു സൂപ്പർ? പൊതുവെ നോക്കുമ്പോ എല്ലാ ഓണം സൂപ്പറാണ്. ഓണം അടിപൊളിയായിരുന്നു. ഓണം പക്ഷെ പെട്ടെന്ന് തീർന്നുപോയി. ഇനി ഒരു വർഷം കാത്തിരിക്കണ്ടേ അടുത്ത ഓണത്തിന്. ആ ഒരു വിഷമേ ഉള്ളൂ. എന്തായാലും നല്ല ഒരു ഓണം. ഹാപ്പി ഓണം. അടിപൊളിയായിട്ടു. ഫ്ലോട്ട് എല്ലാം കണ്ടു. ടോട്ടൽ എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ട്രിവാൻഡ്രത്തെ ഓണം? കൊള്ളാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. കന്യാകുമാരിയൊക്കെ പോയായിരുന്നു. പോകുന്നതേ ഉള്ളൂ. സൂപ്പർ. പെട്ടെന്ന് തീരുമ്പോ തീരുന്നതിന്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട്. ഉണ്ട് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്നു. അതെ കണ്ട് എല്ലാ ഫ്ലോട്ടൊക്കെ കണ്ട് ക്ഷീണിച്ച് ഐസ് ഒക്കെ കുടിക്കാണ്. സൂപ്പറായിരുന്നു. എല്ലാ പ്രാവശ്യത്തിനേക്കാളും നല്ല ഫ്ലോട്ടുകൾ ഉണ്ടായിരുന്നു. കൊള്ളാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലോട്ട് ഏതായിരുന്നു? ഡ്രോൺ ഷോ ഒക്കെ കണ്ടായിരുന്നോ? കനകക്കുന്നൊക്കെ പോയായിരുന്നു. ടോട്ടലി അടിപൊളിയായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാ ഫ്ലോട്ടും കാണാനൊക്കെ പറ്റിയോ? എങ്ങനെ വീട്ടിലേക്ക് സന്തോഷമായി? കനകുന്നി കയറാൻ വേണ്ടി വന്നതാ. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു.
കയറാൻ പറ്റിയില്ല ഇന്നലെ. ഇല്ല ഇന്നലെ നല്ല തിരക്കായിരുന്നു. ആ തിരക്കില് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇല്ല കുഴപ്പമില്ലായിരുന്നു.